കഴിഞ്ഞ തവണ തന്നെ 2021 തന്നെ BJP അധികാരത്തിൽ വരുമെന്ന് ചില എക്സിറ്റ് പോളുകളെങ്കിലും പ്രവചിച്ചിരുന്നു. പക്ഷേ എല്ലാവരെയും ശബ്ദരാക്കിക്കൊണ്ട് മമത തന്നെയാണ് അധികാരത്തിലെത്തിയത്. ഇപ്രാവശ്യം പോൾസ്റ്റേഴ്സ് മിക്കവരും BJPയുടെ വിജയം പ്രതീക്ഷിച്ചപ്പോഴും പലരും ചിന്തിച്ചു മമതയെ അങ്ങ് പുറത്താക്കാനാവുമോ? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ മിന്നും വിജയം, അതുപോലെ മുൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എക്സിറ്റ് പോളുകൾ അസ്ഥാനത്തായത് എല്ലാം പരിഗണിക്കുമ്പോൾ മമത സ്റ്റാൻഡ്സ് എ ചാൻസ്. ജയിക്കുമെന്നല്ല, നല്ലൊരു ഫൈറ്റ് കൊടുക്കും എന്ന് വിചാരിച്ചു. പക്ഷേ 3-2 ഭൂരിപക്ഷത്തിൽ BJP ഇദം പ്രഥമമായി ബംഗാളിൽ അധികാരത്തിലേക്ക് വരുന്നു. ബംഗാളിൽ മമതയുടെ വലങ്കയായി പ്രവർത്തിച്ചിരുന്ന സുവേന്ദു അധികാരി, നന്ദിഗ്രാമൊക്കെ പ്രക്ഷോഭത്തിന് മമതയുടെ കൂടെ കൂടിയതാണ് സുവേന്ദു അധികാരി. മമതയുമായി തെറ്റി നന്ദിഗ്രാമിൽ മത്സരിച്ചപ്പോൾ നന്ദിഗ്രാമിൽ അദ്ദേഹത്തെ പരാജയപ്പെടുത്താനായി കഴിഞ്ഞ തവണ മമതാ ബാനർജി എത്തി. അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞില്ല. മമത സ്വയം പരാജയം ഏറ്റുവാങ്ങി നന്ദിഗ്രാമിൽ.